ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സാഹചര്യമുണ്ട്. അതനുസരിച്ച് മാത്രമേ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഒരു ജീവിത രീതി ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് പ്രായത്തിലാണെങ്കിലും വിചാരത്തിൻ്റേതായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരാൾ ജീവിതം ആസ്വദിക്കുന്ന പോലോ സന്തോഷിക്കുന്ന പോലോ ഒന്നും ആയിരിക്കത്തില്ല മറ്റൊരാൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് മധ്യവയസ്കരായ പങ്കാളിയുടെ ഇതിനകത്തുള്ള ചില പ്രത്യേകതകളെക്കുറിച്ചും രീതികളെക്കുറിച്ചുമാണ്. പ്രത്യേകിച്ച് ആരോഗ്യവും സൗന്ദര്യവുമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കിതിനകത്ത് വ്യക്തമായ ധാരണയുണ്ട്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പ്രായം കൂടുന്തോറും ലൈംഗികതയിൽ ഒരു മച്യൂരിറ്റി ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് 40-നോടടുക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ സ്വന്തം വിചാരങ്ങളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. എനിക്ക് തോന്നുന്നു ഈ സാഹചര്യത്തിൽ കാമത്തിൻ്റേതായ ഊർജം കുറച്ച് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഉണ്ട്, പക്ഷേ മറ്റു പല വഴിക്കും നമ്മൾ ആ ഊർജത്തെ തിരിച്ചു വിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏത് പ്രായമാണെങ്കിലും ആ പ്രായത്തെ കളർഫുള്ളാക്കുന്ന ചില കാര്യങ്ങളുണ്ടാകുമല്ലോ. ഈ സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ച് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ചില പ്രത്യേകതകളുണ്ട്. അതിന് പ്രധാന കാരണം ചില ഹോർമോണുകളുടെ പ്രവർത്തനം മാത്രമല്ല, ജീവിത രീതി, ഹാബിറ്റ്, ചിന്തകൾ എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു രണ്ടാമത്തെ കൗമാരമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സ്നേഹത്തിനും പ്രണയത്തിനുമൊക്കെ ചില പ്രത്യേകതകളുണ്ട്. അത് കുറച്ച് കാമപരമായിരിക്കും. നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഡോപ്പാമൈൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ പോലുള്ള സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കുറച്ച് തീവ്രമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ മനസ്സിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കും. ഇതിനകത്ത് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനം ഏറ്റവും പ്രധാനമാണ്. ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വികാരങ്ങൾക്കും വ്യക്തമായ ധാരണയുണ്ട്. ഈവൻ അവർക്ക് പങ്കാളിയെക്കുറിച്ചാണെങ്കിലും വ്യക്തമായ ഒരു ധാരണ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസത്തോടെ ഇരിക്കേണ്ട അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു സമയമാണിത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ 40 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇനി മുന്നോട്ട് ഏത് രീതിയിൽ പോകണം എന്ന് വ്യക്തമായൊരു ധാരണ കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഉണ്ടാവണം. നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനം ഓരോ നിമിഷവും പലതരത്തിലുള്ള കെമിക്കൽ ആക്ഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആരോഗ്യമുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ അവരെ ആകർഷിക്കാറുണ്ട്. ചിലർക്ക് പങ്കാളിയോടാണെങ്കിലും അമിതമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രണയമൊക്കെ തോന്നുന്നവരുണ്ട്. ഇനി അവർ പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതമല്ല പങ്കാളിയിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ അവരുടെ മനസ്സ് മറ്റൊരു തലത്തിൽ പ്രവർത്തിക്കാറുണ്ട്. ഇവിടെ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് ഈ ഊർജത്തെ മറ്റ് പല വഴിക്കും തിരിച്ചുവിടാറുണ്ട്. എന്നാൽ പലപ്പോഴും ശരീരത്തെ പോലെയല്ല, മനസ്സിൽ വരുന്ന കാമത്തിൻ്റെ ഊർജം ഷെയർ ചെയ്യാൻ ഒരു മെത്തേഡ് വേണം. അതൊരു പക്ഷേ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു രീതിയാകാം. എന്തായാലും അതിനുള്ള വഴികൾ പലതാണ്, തികച്ചും വ്യക്തിപരവുമാണ്. പൊതുവെ പുരുഷന്മാരെ സംബന്ധിച്ച് ഇവരോട് ഒരു പ്രത്യേക രീതിയിലുള്ള ആകർഷണം കൂടുതലായിട്ട് തോന്നാറുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് മാറിടത്തിൻ്റെ രൂപഭംഗി. കാരണം സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ ഹോർമോണായ ഓക്സിറ്റോസിൻ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ച് ആരോഗ്യം, സാഹചര്യം, സാമ്പത്തികം, ചിന്തകൾ, ഈ 4 കാര്യമായിട്ട് പരസ്പരം ഒരു ബന്ധമുണ്ട്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ കാമത്തിൻ്റെ ഊർജം ഇവരിൽ കൂടുതലായിട്ട് വരുത്തുള്ളൂ. ചിലർക്കാണെങ്കിൽ ചില രീതികളോട് വല്ലാത്ത ക്രേസാണ്, അവർക്കത് മാത്രം മതി. എന്നാൽ മറ്റ് ചിലർക്കാണെങ്കിൽ പൊസിഷൻസ് ഇങ്ങനെ മാറി മാറി ചെയ്യുന്നതിനോട് ഒരിഷ്ടമുണ്ട്. ഈ മെത്തേഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിലും ഒരു കാര്യമുണ്ട് കേട്ടോ. അവർക്ക് കൂടുതലും ആത്മവിശ്വാസം കിട്ടുന്ന ഏത് ഭാഗമാണോ അവിടെ കൂടുതലും പങ്കാളിയെ കൊണ്ട് ഫോക്കസ് ചെയ്യിപ്പിക്കും. പ്രത്യേകിച്ചും ചില പ്രഷർ പോയിൻറ്റ്സിലൊക്കെ ചുണ്ടുകൾ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ രക്തയോട്ടം നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല കുറച്ച് ഹാർഡായിട്ടുള്ള സ്ട്രോക്കുകളും ചില സമയത്ത് വേണം. ഇതിനകത്തുള്ള ഓരോ രീതിയിലും അതനുസരിച്ചുള്ള സങ്കല്പം കൂടെ വന്നാൽ ഒരു പ്രത്യേക രസമായിരിക്കും. ഇപ്പോൾ മുകളിൽ വരുന്ന സമയത്തുള്ള ആ ഒരു സങ്കല്പം, അതുപോലെ നാവ് കൊണ്ടുള്ള സമയത്തുള്ള സങ്കല്പം, അതിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. ചില പങ്കാളികളൊക്കെ ആണെങ്കിൽ നല്ല സ്നേഹം കാണും, പക്ഷേ 2 പേരും 2 സ്ഥലത്തായിരിക്കും കൂടുതൽ സമയവും. ചില വ്യക്തികളെ സംബന്ധിച്ച് നല്ല വികാരം കാണും,
പക്ഷേ അവർക്കിഷ്ടപ്പെട്ട ഒരേ ഇണയായിരിക്കണമെന്നില്ല അവർക്ക് കിട്ടുന്നത്, പ്രത്യേകിച്ചും ആഗ്രഹിക്കുന്ന സമയത്ത്. തന്നെയല്ല, ഇത് ശരീരം ഡിമാൻഡ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്ത് അതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ചിലരെ സംബന്ധിച്ച് സ്വയം ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിൽ കൂടി സംതൃപ്തി കണ്ടെത്തുന്ന ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് മാറിടത്തിലൊക്കെ സ്വയം ചില ക്രിയകൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചില ഫാൻറ്റസികൾ വേണം, സാഹചര്യം വേണം. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്താണോ കൂടുതൽ ആകാംക്ഷയോടെ ഇഷ്ടത്തോടെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്, അതനുസരിച്ചുള്ള ഊർജം നമ്മളിലേക്കും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു ഊർജമാണ്. നമ്മുടെ ചിന്തയും ഊർജമാണ്. ഇത് എന്തിനെയൊക്കെയോ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ നിമിഷവും. എന്നുവെച്ചാൽ ഇവിടെ വിരലുകളോ അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റെന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്താലും എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സങ്കല്പങ്ങൾ വേണ്ടി വരും. മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സ്പർശനത്തിൽ കൂടിയും ഷെയറിങ്ങിൽ കൂടിയാണ് ഈ ഒരു മൂഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിഷ്ടമുള്ള പങ്കാളിയോട് ഈ സമയത്തൊരു ആകർഷണം കൂടുതലായിരിക്കും. ചില ദിവസങ്ങളിൽ ഇതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് നല്ല മൂഡായിരിക്കും. എന്നുവെച്ചാൽ ശരീരം നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിത രീതി കൊണ്ട് ഹോർമോൺസിൻ്റെയൊക്കെ പ്രവർത്തനം കറക്റ്റായിട്ട് നടന്നെങ്കിലേ ഇതൊക്കെ സാധ്യമാകത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഈ സന്തോഷവും സംതൃപ്തിയൊക്കെ തരുന്നത് നമ്മുടെ ശരീരമാണ്. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ വേണം. ഇപ്പോൾ ഏത് രീതിയാണെങ്കിലും അത് ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ രീതികൾ മാറ്റാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനസ്സെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചിരിക്കും ഇതിനകത്തെ സന്തോഷവും സംതൃപ്തിയും എല്ലാം തന്നെ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.